ഹലോ ഓൾ, വെൽക്കം ടു അമീനാസ് ഹാപ്പിനെസ് യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ടാണ്. 2 മാസം മുന്നേ കേരളത്തിൽ നടന്നൊരു കാർ അപകടത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം. നമുക്കൊരു കുഞ്ഞുമോളുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. അതിനുശേഷം കുഞ്ഞുങ്ങളുടെ മരണം കുറയ്ക്കാനായിട്ടും അവർക്ക് സേഫ്റ്റി ഉറപ്പാക്കാനുമായിട്ട് കാർ സീറ്റ് കുട്ടികളിൽ നിർബന്ധമാക്കി കൊണ്ടുവരുവാണ് കേരള MVD. അപ്പോൾ അതിൽ പക്ഷേ എല്ലാവരും കാർ സീറ്റ് ഉപയോഗിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്ത് കാർ സീറ്റാണ്, എങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എന്ത് ക്വാളിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്, അതിനെ പറ്റിയിട്ട് ആരും പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അതിന് പുതിയ പേരൻസ് ആകാൻ പോകുന്നവർക്കും ഇപ്പോൾ ഓൾറെഡി കാർ സീറ്റ് ഇല്ലാത്തവർക്കും വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത വേണ്ട ഒരു പേരൻറ്റിന് അയച്ചു കൊടുക്കുക. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. ആക്ച്വലി കാർ സീറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്കും അറിയാവുന്ന കാര്യമായിരുന്നു. പക്ഷേ ഞാനൊരു ഡോക്ടറാണ്, എന്നിട്ടും ഞാൻ ഒരു വയസ്സ് വരെ എൻ്റെ കുട്ടിക്ക് കാർ സീറ്റ് ഉപയോഗിച്ചിട്ടില്ല. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആലോചിച്ചിരുന്നത് എൻ്റെ കുഞ്ഞ്, ഞാൻ ബാക്ക് സീറ്റിലാണ് പൊതുവെ ഇരിക്കാറ്. അപ്പോൾ എൻ്റെ കുഞ്ഞ് എൻ്റെ കയ്യിൽ സേഫായിട്ട് ഇരുന്നോളും, അപകടമൊന്നും പറ്റില്ല, അല്ലെങ്കിൽ അധികം ദൂരമൊന്നും യാത്ര ചെയ്യുന്നില്ല, കുറച്ചല്ലേ പോകുന്നുള്ളൂ എന്നുള്ളതായിരുന്നു എൻ്റെ ധാരണ. പക്ഷേ എൻ്റെ കൂടെയുള്ള കൊളീഗ്സും ഒക്കെ പറയുന്നുണ്ടായിരുന്നു കാർ സീറ്റ് എന്തായാലും മേടിക്കണം, ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ ഞാൻ കുട്ടിയായിട്ട് ഞാൻ പുറത്ത് പോവുകയാണെങ്കിൽ ഞാൻ ഓട്ടോയാണ് ആശ്രയിച്ചിരുന്നത്, കാരണം കാർ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കൊളീഗായിട്ടുള്ള മാഡം എനിക്ക് കാർ സീറ്റ് ഗിഫ്റ്റ് ചെയ്തു. ആ കാർ സീറ്റൊക്കെ വെച്ച് കൊച്ചിനെ കൊണ്ടുപോയി അതിലിരുത്തി. മോന് ഓക്കെ ആയിരുന്നു, അതിനകത്ത് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു കുഞ്ഞു യാത്ര ആയപ്പോഴേക്കും പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് കാർ നിർത്തേണ്ടി വന്നു. വേറൊരു വണ്ടി വന്നത് അത് നിർത്താൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞു മാറി. അന്ന് ആ കാറിലുണ്ടായിരുന്ന കുഞ്ഞൊഴിച്ച് ബാക്കി 3 പേർക്കും ചെറുതല്ലാത്ത രീതിയിൽ നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ കുഞ്ഞുമോൻ ഉറങ്ങുമായിരുന്നു. അവൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടേ ഇല്ല, നല്ല ഉറക്കം, പീസ്ഫുൾ ആയിരുന്നു, അവൻ അറിഞ്ഞിട്ടേ ഇല്ല. പിന്നെ നമ്മൾ യാത്ര തുടരുവാണ് ചെയ്തത്. അന്ന് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞതും അതുപോലെ ആ മാഡം എനിക്ക് ഗിഫ്റ്റ് ചെയ്ത മാഡത്തിന് നന്ദി പറഞ്ഞതൊന്നും ഒരു കണക്കില്ല. അതിനുശേഷം ഇതുവരെ ഞാൻ കുഞ്ഞിന് അടുത്തെങ്കിലും ചെറിയ ദൂരമാണെങ്കിലും ഞാൻ കുഞ്ഞിന് കാർ സീറ്റ് ഇരുത്തി തന്നെ കൊണ്ടുപോയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പുതിയ പേരൻസിനോടും ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം അത് തന്നെയാണ്. അതായത് എനിക്ക് വന്ന എക്സ്പീരിയൻസ് കുറച്ച് ദൂരമല്ലേ, ഞങ്ങൾ സേഫായിട്ട് പിടിച്ചോളാം എന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം നമുക്കറിയില്ല എങ്ങനെയാണ് ഒരു അപകടം വരുന്നത് എന്ന്. നമ്മൾ എത്ര ശ്രദ്ധിച്ച് ഓടിച്ചാലും ഇപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നേരെ അല്ല, ഡ്രൈവർ നേരെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കും അപകടം സംഭവിക്കാം. അതുകൊണ്ട് കാർ സീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഇത് സീരിയസ് ആയിട്ട് തന്നെ കാണണം. അപ്പോൾ ഇന്ന് നമുക്ക് കാർ സീറ്റ് വാങ്ങാൻ എന്തൊക്കെയാണ് പ്രിക്കോഷൻസ്, എന്തൊക്കെയാണ് റിസർച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. കാർ സീറ്റ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് അറിയണം. കാർ സീറ്റ് എത്ര ടൈപ്സ് ഉണ്ടെന്ന് അറിയണം. പൊതുവേ കാർ സീറ്റ് 3 തരമാണ് ഉള്ളത്. 3 തരം എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒന്നാമത്തത് റിയർ ഫേസിങ് കാർ സീറ്റ്, അല്ലെങ്കിൽ ഇൻഫൻറ്റ് കാർ സീറ്റ് എന്നാണ് പറയുന്നത്. ഇത് പൊതുവേ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് റിയർ ഫേസിങ് കാർ സീറ്റ് ഉപയോഗിക്കുന്നത് പുതിയ സ്റ്റാൻഡേർഡ്സ് പ്രകാരം. അപ്പോൾ ഇതിൽ കുഞ്ഞിനെ പുറകിലോട്ട് നോക്കിയാണ് ഇരുത്തുന്നത്. ഇങ്ങനെ ഇരുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ നെക്ക് മസിൽസ്, അവരുടെ സ്പൈന്, അവരുടെ ഹെഡ് ഇതൊന്നും ഉറച്ചിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു സപ്പോർട്ട് കൊടുക്കാനെന്ന വണ്ണമാണ് നമ്മൾ റിയർ ഫേസിങ് കാർ സീറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന ആഘാതങ്ങൾ വളരെ കുറവായിരിക്കും. റിയർ ഫേസിങ് കാർ സീറ്റ് മാത്രമാണെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അപ്പോൾ കുഞ്ഞിനെ വെക്കാനും എടുക്കാനും ഉള്ള ബുദ്ധിമുട്ട് ഇതിലുണ്ടാവില്ല. നമുക്ക് 2 വയസ്സ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് എക്സീഡ് ചെയ്തു എന്ന് തോന്നുമ്പോഴോ അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള ഫോർവേഡ് ഫേസിങ് കാർ സീറ്റിലോട്ട് മാറാം. ഫോർവേഡ് ഫേസിങ് കാർ സീറ്റ് എന്ന് പറഞ്ഞാൽ അത് നേരെ നോക്കിയായിരിക്കും ഇരിക്കുന്നത്. അത് ഏകദേശം ഒരു 2 വയസ്സാകുമ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്ത് ഒരു 4-5 വയസ്സ് വരെയും ഫോർവേഡ് ഫേസിങ് കാർ സീറ്റാണ് ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടിയിട്ടുള്ള റിയർ ഫേസിങ്ങും ഫോർവേഡ് ഫേസിങ്ങും കൂടിയിട്ടുള്ളത് ഒരു റൊട്ടേഷണൽ കൺവേർട്ടബിൾ കാർ സീറ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്. അതായത് ഇത് 360 ഡിഗ്രിയിൽ തിരിയും. ഒരു 2 വയസ്സ് വരെ കുഞ്ഞിനെ റിയർ സീറ്റിംഗിൽ ഇരുത്തിയിട്ട് ആ ആവശ്യം കഴിയുമ്പോൾ ഇതിനെ തിരിച്ച് ഫേസ് ഫോർവേഡിങ് സീറ്റിൽ ഇരുത്തി കഴിഞ്ഞാൽ നമുക്കിത് രണ്ട് ഗ്രൂപ്പുകാർക്കും ഉപയോഗിക്കാം. അതായത് കുഞ്ഞ് ചെറുതിൽ നമ്മൾ 0 ഇയേഴ്സിൽ 1 മന്തിൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് ഏകദേശം 5 വയസ്സ് വരെയും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമത്തേതാണ് ബൂസ്റ്റർ കാർ സീറ്റ് എന്ന് പറയുന്നത്. ബൂസ്റ്റർ കാർ സീറ്റ് എന്ന് പറയുന്നത് കുഞ്ഞിന് ഒരു 5 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബൂസ്റ്റർ കാർ സീറ്റിലോട്ട് മാറാം. അതിൽ കുഞ്ഞിന് ഒരു അതനുസരിച്ച് അത് ആ വെയിറ്റ് അനുസരിച്ച് ചിലപ്പോൾ 7 വയസ്സ് വരെ ഉപയോഗിക്കുന്ന കാർ സീറ്റുകൾ ഉണ്ടാകും ബൂസ്റ്റർ, ചിലപ്പോൾ 11 വയസ്സ് വരെ ഉപയോഗിക്കുന്ന കാർ സീറ്റുകൾ ഉണ്ടാകും. ഇതിൽ വേറെ ഇത് 3 കൂടി വരുന്നതാണ് ഓൾ ഇൻ വൺ കാർ സീറ്റ് എന്ന് പറഞ്ഞാൽ. അതിന് നമുക്ക് റിയർ ഫേസിംഗ് ആയിട്ട് ഉപയോഗിക്കാം, അതുപോലെ ഫോർവേഡ് ഫേസിംഗ് ബാക്കി 2 വയസ്സ് കഴിഞ്ഞ് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് 5 വയസ്സിന് ശേഷം ഉപയോഗിക്കാവുന്ന ഓൾ ഇൻ വൺ കാർ സീറ്റാണ് 3ാമത്തെ തരം എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് ഓരോ ബേബിയുടെ സ്റ്റേജസ് അനുസരിച്ച് നമുക്ക് കാർ സീറ്റിന് ട്രാൻസിഷൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ആക്ച്വലി ഇതിന് മറ്റ് 2 കാർ സീറ്റിന് ഉപയോഗിച്ച് പൈസ കൂടുതലായിരിക്കും, പക്ഷേ ഇതൊരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും. ബിക്കോസ് ഓരോ സ്റ്റേജസിലും കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചാ ഘട്ടത്തിലും നമ്മൾ കാർ സീറ്റ് മാറ്റാൻ പോകേണ്ട അത്യാവശ്യം വരത്തില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് കാർ സീറ്റ് തിരഞ്ഞെടുക്കുക നോക്കാം. എങ്ങനെയാണ് കാർ സീറ്റ് തിരഞ്ഞെടുക്കുന്നത്? ഒന്നാമത്തേത് കുഞ്ഞിൻ്റെ വയസ്സ്. 1 വയസ്സിൽ താഴെയുള്ളത് 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞാണെങ്കിൽ റിയർ ഫേസിങ്ങും കൂടെയുള്ള കാർ സീറ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. 1 വയസ്സ് കഴിഞ്ഞ കുഞ്ഞാണെങ്കിൽ റൊട്ടേഷണൽ കൺവേർട്ടബിൾ കാർ സീറ്റ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതും കഴിഞ്ഞ് വലിയ കുട്ടിയാണെങ്കിൽ നിങ്ങൾക്കൊരു ബൂസ്റ്റർ കാർ സീറ്റ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യം നോക്കേണ്ടത് കുഞ്ഞിൻ്റെ ഏജ് ഗ്രൂപ്പാണ്. അതും നമ്മുടെ കുഞ്ഞിൻ്റെ വെയിറ്റ് നോക്കിയിട്ടാണ് നമ്മളൊരു കാർ സീറ്റ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. രണ്ടാമത് നോക്കേണ്ട കാറിൻ്റെ ടൈപ്പാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാർ ഏത് തരമാണ്, അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാർ സീറ്റ് ഏതാണ്
ഏതാണ് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന കാർ സീറ്റ് ഏതാണെന്ന് വേണം രണ്ടാമത് നോക്കാനായിട്ട്. മൂന്നാമത് കംഫർട്ടാണ്. അതായത് കാർ സീറ്റ് ഇപ്പോൾ പലരും നമ്മുടെ സൈറ്റുകളിൽ ഓരോ പേജസിൽ കാണാൻ പറ്റും വില കുറഞ്ഞ കാർ സീറ്റ് ലഭ്യമാണെന്ന്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വില കുറഞ്ഞതിനേക്കാളും കുഞ്ഞിന് കംഫർട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കുഞ്ഞ് അതിനകത്ത് മോസ്റ്റ്ലി ഇരുന്ന് ഉറങ്ങാൻ സാധ്യതയുണ്ട് കുഞ്ഞുങ്ങൾ ഇതിനകത്ത്. അപ്പോൾ അവർക്കൊരു കംഫർട്ട്, ഒരു ക്യുഷൻ എഫക്റ്റും ഒരു കംഫർട്ടും ഇല്ലെങ്കിൽ അതിനകത്ത് ഇരിക്കാൻ കുഞ്ഞുങ്ങൾ കൂട്ടാക്കത്തില്ല. എബിലിറ്റി, അതായത് ഇപ്പോൾ 2 കാറ് മാറി മാറി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒരു കാറിൽ നിന്ന് മറ്റൊരു കാറിലേക്ക് ഈ കാർ സീറ്റിനെ പോർട്ടബിൾ എടുത്ത് മാറ്റി വെക്കാൻ പറ്റുന്ന തരം ലൈറ്റ് വെയ്റ്റും ഈസി ടു ഹാൻഡിലും ആയിരുന്നാൽ വളരെ നല്ലതായിരിക്കും. ഇനി എപ്പോൾ വാങ്ങണം കാർ സീറ്റ് ഒരു പേരൻറ്റ് എപ്പോൾ വാങ്ങണം എന്ന് ചോദിച്ചാൽ റൈറ്റ് ആഫ്റ്റർ ദ ഡെലിവറി, അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് സ്റ്റേജിൽ. ഡെലിവറി നമുക്ക് ഡേറ്റ് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതടുപ്പിച്ച് കാർ സീറ്റ് വാങ്ങി കാറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് തന്നെയായിരിക്കും വളരെ നല്ലത്. കൈക്കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകുമ്പോഴേ കാർ സീറ്റിലാക്കി, ഇപ്പോൾ ഫോറിൻ കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോലെ കാർ സീറ്റിൽ തന്നെ കൊണ്ടുപോയാൽ അത്രയും നല്ലതാണ്. അത് കുഞ്ഞിൻ്റെ സേഫ്റ്റിക്ക് അതാണ് ഏറ്റവും മികച്ച കാര്യം. പിന്നെ വരുന്നൊരു ഡൗട്ടാണ് കാർ സീറ്റ് എവിടെ വെക്കണം. കാർ സീറ്റ് ഒരിക്കലും ഫ്രണ്ടിലെ സീറ്റിൽ നമ്മൾ വെക്കില്ല. കാർ സീറ്റ് നമ്മൾ ബാക്കിലത്തെ സീറ്റിലാണ് വെക്കുന്നത്. ഇനി ബാക്കിലെ സീറ്റിൽ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? ലെഫ്റ്റ് സൈഡാണോ റൈറ്റ് സൈഡാണോ സെൻറ്ററിലാണോ എന്ന് ചോദിച്ചാൽ ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ സെൻറ്ററാണ്. സെൻറ്റർ സീറ്റിലാണ് നമ്മൾ കാർ സീറ്റ് പ്ലേസ് ചെയ്യേണ്ടത്. ഇനി അവിടെ പ്ലേസ് ചെയ്യാനുള്ള ബക്കിളും അതുപോലെ സീറ്റിംഗ് ലാച്ചൊന്നും ഇല്ലെങ്കിൽ അതിന് നമ്മൾ പാസഞ്ചർ സീറ്റിൻ്റെ ബാക്കിലാണ് വെക്കുന്നത്. അത് കാരണം ഇപ്പോൾ ഡ്രൈവർ ഒറ്റയ്ക്കേ ഉള്ളൂ, കുഞ്ഞ് മാത്രമേ ഉള്ളെങ്കിൽ ഡ്രൈവറും സേഫ്റ്റി കുഞ്ഞ് ഓക്കെ ആണോ എന്ന് നോക്കാൻ ഡ്രൈവർക്ക് എളുപ്പമായിരിക്കും. അതുപോലെ എവിടെയെങ്കിലും നിർത്തി കുഞ്ഞിനെ എടുക്കണമെങ്കിലും എളുപ്പമായിരിക്കും. ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ മൂന്നാമത്തെ ചോയ്സ് ആയിട്ട് മാത്രമേ ഡ്രൈവിംഗ് സീറ്റിൻ്റെ അല്ലെങ്കിൽ ഡ്രൈവറുടെ സീറ്റിൻ്റെ പുറകിലായിട്ട് കുഞ്ഞിനെ പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി കുഞ്ഞിനെ കാർ സീറ്റിൽ ഇരുത്തുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ടിപ്സ്? ഒന്നാമത്തെ, കുഞ്ഞിനെ സീറ്റിൽ ഇരുത്തുമ്പോൾ 2 വയസ്സിനുള്ളിൽ കുഞ്ഞായി മാക്സിമം റിയർ ഫേസിംഗ് ആയിട്ട് പുറകിലോട്ട് നോക്കി തന്നെ ഇരുത്താൻ നോക്കുക. അപ്പോൾ എൻ്റെ കുഞ്ഞിനൊന്നും കാണാൻ പറ്റില്ല, അയ്യോ യാത്ര പോകുമ്പോൾ കാഴ്ച മറയും എന്നൊക്കെ പറഞ്ഞ് അതിനൊരു ഇതാക്കി കാണാതിരിക്കുക. കാരണം കാഴ്ചകളല്ല പ്രധാനം, കുഞ്ഞിൻ്റെ സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനം. അതുപോലെ കാർ സീറ്റിൽ ഇരുത്തുമ്പോൾ പില്ലോസ് ഒന്നും എക്സ്ട്രാ കംഫർട്ട് എന്ന് പറഞ്ഞ് പില്ലോസ് ഒന്നും വെച്ച് കൊടുക്കാതിരിക്കുക. കുഞ്ഞിനെ ലൂസായിട്ടുള്ള ഡ്രസ്സ് ധരിപ്പിക്കുക. ബ്ലാങ്കറ്റ്സും അതുപോലെ ഓവർ ക്ലോത്തിങ് ഒക്കെ ഇട്ടിട്ട് കുഞ്ഞിനെ കാർ സീറ്റിൽ ഇരുത്താതിരിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ കാല് കാർ സീറ്റിന് പുറത്ത് കിടന്നാലും കുഴപ്പമില്ല, പക്ഷേ കുഞ്ഞിൻ്റെ ഹെഡ്, അതായത് തല കാർ സീറ്റിൻ്റെ സീറ്റിങ്ങിനേക്കാളും പൊങ്ങിയിരുന്നാൽ നമ്മൾ അടുത്ത ലെവലിലേക്ക് കടക്കേണ്ടതാണ് എന്നുള്ളൊരു സൈനാണ്. അതുപോലെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, എത്ര നേരം നമുക്ക് കുഞ്ഞിനെ കാർ സീറ്റിൽ ഇരുത്താമെന്ന് ചോദിച്ചാൽ നമുക്ക് 4 ആഴ്ച പ്രായമായ കുഞ്ഞ്, അതല്ലെങ്കിൽ 1 മാസത്തിനകത്തുള്ള കുഞ്ഞിനെ 30 മിനിറ്റ് മാത്രമേ നമ്മൾ കാർ സീറ്റിൽ വെക്കാൻ പാടുള്ളൂ. 1 മാസത്തിന് മേലെയുള്ള കുഞ്ഞാണെങ്കിൽ നമുക്ക് 2 മണിക്കൂർ വരെ അറ്റ സ്ട്രെച്ച് കുഞ്ഞിനെ കാർ സീറ്റിൽ ഇരുത്താം. അത് കഴിഞ്ഞ് കുഞ്ഞിനെ ഒന്ന് എടുത്തിട്ട് വീണ്ടും പ്ലേസ് ചെയ്യുകയാണ് നല്ലത്. ഇനി എന്താണ് ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത്? ഒരിക്കലും എക്സ്പയർഡ് ആയിട്ടുള്ള ഒരു കാർ സീറ്റ് ഉപയോഗിക്കരുത്. അതെ, കാർ സീറ്റിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതിൻ്റെ മേക്കിംഗ് പ്രോസസ്, മാനുഫാക്ചറിങ് ഡേറ്റ്, അതൊക്കെ വെച്ചിട്ട് അതിൻ്റെ സാധനങ്ങൾക്ക് എക്സ്പയറി വന്നാലും അത് നമ്മുടെ കുഞ്ഞിൻ്റെ സേഫ്റ്റി അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും എക്സ്പയറി ഡേറ്റ് കഴിയാറായ ഒരു കാർ സീറ്റ് നോക്കരുത്. രണ്ടാമത്തേത്, ഒരു ആക്സിഡൻറ്റിന് ശേഷം ഉള്ള കാർ സീറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ മൈനർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് ആണെങ്കിൽ ഓക്കെ, പക്ഷേ ഒരു മേജർ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു കാർ സീറ്റ് നമ്മൾ ഒരിക്കലും തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല. അതേപോലെ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് യൂസ് ചെയ്ത ഒരു കാർ സീറ്റ് എടുക്കരുത്. കാരണം അത് മുന്നേ ഒരു ആക്സിഡൻറ്റ് ക്രാഷ് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ, ഇനി എക്സ്പയർ കഴിഞ്ഞതാണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. അതേപോലെ ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞിനെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്താമോ എന്നുള്ള ചോദ്യമാണ്. ഒരിക്കലും കുഞ്ഞിനെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്താൻ പാടില്ല. ഇൻ കേസ് എന്തെങ്കിലും അത്രയും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തുവാണെങ്കിൽ എയർ ബാഗ്സ് ഓഫാക്കി ഇടാൻ ശ്രദ്ധിക്കണം. ബിക്കോസ് എയർ ബാഗ്സ് പെട്ടെന്ന് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായി എയർ ബാഗ്സ് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് സഫക്കേഷൻ ഫീൽ ചെയ്യും. അതായിരിക്കും കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. ഇനി അടുത്ത ഏറ്റവും അവസാനത്തെ കാര്യം, എങ്ങനെയാണ് നമ്മുടെ കാർ സീറ്റ്സ് വാങ്ങേണ്ടത്? നമുക്ക് ഓഫ്ലൈനായിട്ട്, അതായത് നമുക്ക് സ്റ്റോറിൽ പോയിട്ട് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കാർ സീറ്റ്സ് വാങ്ങാം. അതല്ലെങ്കിൽ ഒരു ഓൺലൈനായിട്ട് കാർ സീറ്റ്സ് നോക്കി വെച്ചിട്ട് സ്റ്റോറിൽ പോയി കാർ സീറ്റ് നിങ്ങളുടെ കുഞ്ഞിനെ ഇരുത്തി ട്രയൽ ചെയ്ത് കാറിലും കൂടി നോക്കി ട്രയൽ ചെയ്തതിന് ശേഷം ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിന്ന്, അതായത് ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് മാത്രം കാർ സീറ്റ്സ് വാങ്ങുക. അതിന് വാറൻറ്റി ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നിങ്ങളുടെ കുഞ്ഞിൻ്റെ വയസ്സിനും നിങ്ങളുടെ കുഞ്ഞിൻ്റെ വെയ്റ്റിനും അനുസരിച്ചുള്ള കാർ സീറ്റ് വേണം എപ്പോഴും നോക്കി വാങ്ങാനായിട്ട്. ഞാൻ നാളെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് 1 വീഡിയോ ആണ് ഞാൻ ഇന്നലെ ഇതിൽ കാണിക്കുന്നത്. പാർട്ട് 2 ഞാൻ മേടിച്ച കാർ സീറ്റും അതിൻ്റെ ഇൻസ്റ്റാളേഷനും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി സ്റ്റേ ട്യൂൺ.